രാജ്യസഭാ സീറ്റിൽ ഇടതുമുന്നണി തീരുമാനം തിങ്കളാഴ്ചയുണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റും തിങ്കളാഴ്ച ചേരുമെന്നാണ് വാർത്ത. ഷഫീദ് റാവുത്ത് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യസഭാ സീറ്റ് ആർക്ക് എന്നുള്ളത് സംബന്ധിച്ചാണ്. നേരത്തെ തന്നെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും CPIയും തങ്ങളുടെ ആവശ്യം നേരത്തെ അറിയിച്ചതുമാണ്. അപ്പോൾ എന്ത് ഫോർമുലയായിരിക്കും ഉണ്ടാവുക? ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലെ പ്രധാന അജണ്ട എന്താണ്? പ്രജിൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ LDFന് കീറാമുട്ടിയായിരിക്കുകയായിരുന്നു രാജ്യസഭാ സീറ്റ് വിഭജനം. ഇക്കാര്യത്തിലാണ് തീരുമാനമെടുക്കാൻ ഏതായാലും ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. 3 രാജ്യസഭാ സീറ്റുകളാണ് ജൂലൈ 1-ന് ഒഴിവ് വരുന്നത്. CPMന്റെ എളമരം കരീമും CPIയുടെ ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണിയുടെയും കാലാവധിയാണ് അവസാനിക്കുക. ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് അത് CPM ഏറ്റെടുക്കും. അടുത്ത സീറ്റിലേക്ക് 4 പാർട്ടികളാണ് ഇതിനോടകം അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. CPIയും കേരള കോൺഗ്രസ് എമ്മും RJDയും NCPയും. ഇതിൽ NCP ഒഴികെ 3 പാർട്ടികളും കടുത്ത നിലപാടിലാണ്. മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷി എന്ന നിലയിൽ സീറ്റ് കിട്ടണമെന്നാണ് CPIയുടെ ആവശ്യം. CPMന് അത് തള്ളിക്കളയാനും കഴിയില്ല. ഈ കോട്ടയം ലോക്സഭാ സീറ്റ് ഇടതുമുന്നണിയിൽ എത്തിയതോടെ നഷ്ടപ്പെട്ട കേരള കോൺഗ്രസ് എം കടുത്ത നിലപാടിലാണ്. മാത്രവുമല്ല മറ്റു പാർട്ടിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടുള്ള അവകാശവാദമുണ്ട്. ഏതായാലും ഇത് എങ്ങനെ പരിഹരിക്കും, RJD അടക്കമുള്ളവരുടെ ആവശ്യം എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് ഇതുവരെയും തീരുമാനമായിട്ടില്ല. തിങ്കളാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു അന്തിമ ധാരണയുണ്ടാകും. അന്ന് തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരുന്നുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ തിങ്കളാഴ്ച കൊണ്ട് തന്നെ തീരുമാനമെടുക്കണം എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് ചർച്ചയാക്കി തീരുമാനിച്ചിട്ടുള്ള കാര്യം. പ്രജിൻ, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.